വിനുവിനെ പറ്റിയിട്ട് ആദ്യം വിനു എന്നൊക്കെ പോയപ്പോഴത്തേക്കും ഒരു ഗുമ്മില്ല. ഞാൻ വിചാരിച്ച വല്ല എന്താ പറയാ വല്ല തണ്ട വൈബൊക്കെ ഉള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും വിചാരിച്ചാണ്ട് വിട്ടു. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതറി ഇങ്ങനെ നിൽക്കുന്നു. സോ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും ഇപ്പം കേരളത്തിലുള്ള എല്ലാ പെൺപിള്ളേരുടെ ഒരു പ്രത്യേകത ഒരു ഹരമാണ്. ഇപ്പൊ PR എന്ന് പറയുമ്പോഴത്തേക്കും വിനുവിന്റെ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോ? ആരുമില്ല. ഇറ്റ്സ് ഓക്കെ. എനിക്ക് കുറെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. ഇവനെ ഇറക്കുന്ന ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇല്ല ഞങ്ങള് പിന്നെ വിനു ഒരു നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചുള്ളൂ. പാവം, അതായത് വിരലിങ്ങനെ ഇട്ടാ പോലും കടിക്കാത്ത ഒരു പഞ്ചപാവം അല്ലേ വിനു? ഇനി രണ്ടു വാക്ക് സംസാരിച്ചോളൂ. അല്ല, അതാണ് പേടി. അപ്പൂസിന് നന്ദി പറയുന്നു. ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഈ അവാർഡ് കൊടുക്കാൻ എനിക്ക് തോന്നിയ മനസ്സ് എന്റെയും വക വളരെ നന്ദിയുണ്ട്. നല്ല ക്രിയേറ്റീവ് ആയിരിക്കുന്നു. അവൻ ഒരു പാതിരാത്രി എന്നെ വിളിച്ചു, ചേട്ടൻ എയറിലെ ഒരു അവാർഡ് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ ഇത്രയും വലിയ അവാർഡാണെന്ന് വിചാരിച്ചില്ല. വിനു എയറിൽ കയറ്റിയ ആളെ കൊണ്ട് തന്നെ വിനുവിന് അവാർഡ് കൊടുപ്പിക്കുക എന്ന് അതെ പറയുന്നത് ചരിത്ര. ആക്ച്വലി കുറെ പേര് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് അടി ഇടിയൊക്കെയാണ് നടക്കുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ടോ? നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണോ? അങ്ങനെയല്ല. ഞാൻ എയറിലായിരുന്നു. വിനു എന്നെ എയറിൽ വിട്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഞാൻ താഴോട്ട് വന്നത് ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡ് വിനുവിന് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങിയതാ. നാളെ വീണ്ടും എയറിൽ കയറുന്നു.